തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നിയോഗിച്ചു കൊണ്ടുപോയി സങ്കീർത്തനം പ്രബോധിപ്പിക്കുവാനോ വചനം സംസാരിക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവത്തിൻ്റെ വലിയൊരു ആത്മാവ് ദൈവമക്കളിൽ കൂടെ വ്യാപരിപ്പാനിടയായി തീർന്നു. അതിനുശേഷം നിങ്ങൾ അതേ ശക്തിയോടെ നിങ്ങൾ ജോലിയിൽ കടന്നുപോയി ഇന്ന് പകൽ ഇതിനകത്ത് വന്നെങ്കിൽ അതിലുപരി ദൈവകൃപ പ്രാവശ്യമാണ് ഇതിനകത്തുനിന്ന് മടങ്ങുവാൻ. കർത്താവ് നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. 2 ശമൂവേൽ 2 ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം. 2 ശമൂവേൽ ചാപ്റ്റർ 3 വേഴ്സസ് 39 ഒന്ന് വായിച്ചു. ആ ആ ആ ആ ആ മതി വായിച്ചാടുന്നിതി. आज निर्बल हूँ और वे सरूयाह के पुत्र मुझसे अधिक प्रचंड है, परंतु यहोवा बुराई करने वाले को अधिक बुराई के अनुसार ही बदला दे. ദാവീദിന്റെ നാവിൽ നിന്നും അടർന്നു വീണ ഒരു വേദനയുടെ വാക്കാണ് ഇന്ന് പകൽ ചിന്തയ്ക്ക് വേണ്ടി ധ്യാനിച്ചത്. और दाऊद के मुंह से निकला हुआ बड़े ही दर्द वाला वाक्य आज हमने पढ़ा है. ഇന്ന് ദാവീദ് പറയുക, എൻ്റെ അകത്ത് രാജാഭിഷേകം ഉണ്ടെങ്കിലും ഇന്നത്തെ എൻ്റെ അവസ്ഥ ഞാൻ ബലഹീനനാണ്. और यहाँ पे दाऊद कहता है कि मेरे अंदर राजा का अभिषेक है, लेकिन आज मैं निर्बल हूँ. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം വളരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അതുപോലെ ക്രിമിനലുകളൊക്കെ കൂടി വരുന്നൊരു കാലഘട്ടങ്ങൾ ജീവിക്കുകയാണ്. ഓർത്തോണം, പ്രതികൂലമായ നിരാശപ്പെടുത്തുന്ന ബലഹീനമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. और आज हम ऐसे युग में जी रहे हैं जहाँ पे क्राइम जो है बुराई बढ़ती जा रही है और जो है हम लोग निर्बल होते जा रहे हैं. നമ്മുടെ എല്ലാ പ്രതികൂലത്തിന് നടുവിലും അനുകൂലമായൊരു ദൈവമുണ്ടെന്ന് ഈ വചനം ഇന്ന് നമ്മളെ പഠിപ്പിക്കട്ടെ. और हमारे सारे विपरीत अवस्थाओं में भी अनुकूल अवस्था देने वाला परमेश्वर हमारे साथ है, ये वचन हमें बताता है. ദാവീദ് ഹൃദയം നിറഞ്ഞുകൊണ്ട് കണ്ണുകൾ നിറഞ്ഞവനായി പറയുക, ദൈവമേ, ഞാൻ രാജാഭിഷേകം പ്രാപിച്ച വ്യക്തിയാണെങ്കിലും എൻ്റെ ഇന്ന് ഞാൻ ബലഹീനനായി പോകുക. और यहाँ पे परमेश्वर से दाऊद इस प्रकार कहता है कि प्रभु मेरे अंदर राजा का अभिषेक है, तो भी मैं आज निर्बल हूँ. ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് അടക്കി വെച്ചിരിക്കുന്ന വേദനയുടെ വാക്ക് ദാവീദ് പുറത്തേക്ക് തൊടുത്തു വിടുകയാണ്. और हृदय के अंदर जो उसने एक दर्द भरी आवाज जो थी वो उसने बाहर परमेश्वर से बताया है. ദാവീദിന് നല്ല ബോധ്യമുണ്ട് അവൻ ആരാണെന്ന്, രാജാഭിഷേകം പ്രാപിച്ചവനാണെന്ന് ദാവീദിന് നല്ല ബോധ്യമുണ്ട്. और राजा अभिषेक प्राप्त किया हुआ व्यक्ति है, ये अच्छे से दाऊद जानता था. പക്ഷെ അവന്റെ ഉള്ളിൽ അഭിഷേകം ഉണ്ടെന്ന് അവന് തന്നെ നല്ല കൺഫർമേഷൻ ഉണ്ടെങ്കിലും അതിന്റെ മുകളിൽ ബലഹീനത വന്ന് അവന്റെ അഭിഷേകത്തെ മൂടുകയാണ്. और उसको अंदर से ये पता था पूरी तरह से कि उसके अंदर एक अभिषेक छुपा है, लेकिन जो है बाहर से वो निर्बल था. ദാവീദ് പറയും, നീ എന്നെ വിളിച്ചത് ഒരു രാജാവിന്റെ കുടുംബത്തിൽ നിന്ന് എന്നെ വിളിച്ചിറക്കിയെങ്കിലും എൻ്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിലും എനിക്കത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല, ഞാനൊരു ബലഹീനനായി പോവുകയാണല്ലോ. और राजा के फैमिली से आपने मुझे बुलाया है. दाऊद ने बोला मेरे अंदर एक अभिषेक पड़ा हुआ है, लेकिन मैं उसे दिखा नहीं. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കൾക്ക് നന്നായിട്ടറിയാം നിങ്ങളുടെ അകത്തെ അഭിഷേകം എന്താണെന്നുള്ളത്. പക്ഷേ അഭിഷേകം ഉണ്ടെങ്കിലും നിങ്ങളെ ബലഹീനപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ ഇന്ന് പകൽ മനസ്സിനെ തളം കെട്ടി നിൽക്കുന്നു. और यहाँ पे बैठे हुए हर एक व्यक्ति ये जानता है कि उसके अंदर क्या अभिषेक छुपा हुआ है, लेकिन वो अभिषेक प्रकट ना हो, ऐसी कुछ परिस्थितियां आपके जीवन में प्रकट हो പഴയ जाती നിയമത്തിൽ है. 3 അഭിഷേകങ്ങളാണ്. ഒന്ന് പ്രവാചക അഭിഷേകം, 2 പുരോഹിത അഭിഷേകം, 3 രാജാഭിഷേകം. और पुराने नियम में 3 प्रकार के अभिषेक होते थे. पहला जो है भविष्यवक्ता का जो है अभिषेक, दूसरा पुरोहित होने का अभिषेक, तीसरा राजा होने का अभिषेक. പുരോഹിത അഭിഷേകം ആർക്കും കൊടുക്കാം, പ്രവാചക അഭിഷേകം ആർക്കും കൊടുക്കാം. പക്ഷെ രാജാഭിഷേകം കൊടുക്കണമെങ്കിൽ പഴയ നിയമത്തിലെ നിയമം എന്താണെന്ന് അറിയാമോ? യഹൂദാ കുടുംബത്തിൽ ജനിച്ചവനായിരിക്കണം. और जो है पुरोहित और भविष्यवक्ता का अभिषेक कोई भी प्राप्त कर सकता है, लेकिन राजा होने के लिए पुराने नियम के हिसाब से यहूदियों के परिवार में जन्म लेना निश्चय था. വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു, ഇവിടെ കണ്ടോ, എല്ലാ ഗോത്രങ്ങൾക്കും ഒന്നും അഭിഷേകം കൊടുക്കാൻ പറ്റത്തില്ല. ബെന്യാമിൻ ഗോത്രങ്ങൾക്ക് അഭിഷേകം കൊടുക്കാൻ പറ്റത്തില്ല.
സെബുലൂൺ ഗോത്രങ്ങൾക്ക് അഭിഷേകം കൊടുക്കാൻ പറ്റത്തില്ല, ഇസ്സഖാർ ഗോത്രത്തിന് അഭിഷേകം കൊടുക്കാൻ പറ്റത്തില്ല. അഭിഷേകം കൊടുക്കണമെങ്കിൽ, രാജാഭിഷേകം കൊടുക്കണമെങ്കിൽ അവൻ യഹൂദാ ഗോത്രത്തിൽ ജനിച്ചവനായിരിക്കും. और यहाँ हम देखते हैं कि आमेन। बेन्यामीन गोत्र या जब्दी के गोत्र या किसी भी गोत्र को अभिषेक नहीं दे सकते, बल्कि जो यहूदी गोत्र है उन्हें ही राजा अभिषेक दे ഞാൻ सकता ചുരുക്കി है। പറയട്ടെ, പഴയ നിയമ കാലഘട്ടങ്ങളിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ പുതിയ നിയമ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയാമോ? പത്രോസിന്റെ ലേഖനത്തിൽ പറയുക, അന്ധകാരത്തിൽ കിടന്ന നിങ്ങളെ ഹല്ലേലൂയ മഹാപുരോഹിത വർഗവും വിശുദ്ധ വംശവും രാജകീയ പുരോഹിത വർഗവും ആക്കേണ്ടതിന് അന്ധകാരത്തിൽ നിന്നും നിന്നെ വിളിച്ച് അഭിഷേകം ചെയ്ത ഒരു ദൈവം പുതിയ നിയമത്തിൽ ജീവിക്കുന്നുണ്ട്. और पुराने आमेन। नियम में ऐसा लिखा है, तो नए हालेलुया। नियम में इस प्रकार से पत्रोस की पत्री में लिखा हुआ है कि अंधकार में पड़े हुए आप लोगों को पुरोहित और राज्य अभिषेक करके आपको अलग किया गया है। പുതിയ നിയമത്തിൽ നിന്റെ ക്വാളിറ്റി നോക്കത്തില്ല, നിന്റെ കളർ നോക്കത്തില്ല, നിന്റെ കുലം നോക്കത്തില്ല, നിന്റെ മഹിമ നോക്കത്തില്ല, നിന്റെ ക്വാളിറ്റി നോക്കത്തില്ല. ദൈവാത്മാവ് പറയുക, ഞാൻ നിന്നെ വിളിച്ചപ്പോൾ തന്നെ രാജകീയ അഭിഷേകത്തോടെ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. और नए नियम में हालेलुया। आपका कोई रंग नहीं देखेगा या आपका क्वालिफिकेशन योग्यता कुछ नहीं देखेगा। प्रभु कहता है, मैंने तुझे नाम लेकर बुलाया है। ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്നവർ ഓർത്തോണം, നീ ബലഹീനരായി തോന്നി എന്ന് ഓർത്താൽ, നീ ബലം നഷ്ടപ്പെട്ടു എന്ന് ഓർത്തുപോയെങ്കിൽ ആത്മാവി ദൈവ സഭയോട് പറയട്ടെ, നിന്റെ അകത്ത് രാജാവിന്റെ ഒരു അഭിഷേകമുണ്ട്. और यहाँ बैठे हुए अगर किसी हालेलुया। ने अपना बल खो दिया है, तो उनसे मैं ये कहना चाहता हूँ, आपके अंदर राज अभिषेक छुपा हुआ ഇന്ന് പകൽ है। എത്ര പേർ കരമുയർത്തി പറയാൻ പറ്റും, എന്റെ അകത്ത് ദൈവം ഒരു അഭിഷേകം തന്നിട്ടുണ്ട്? और आप में से कितने लोग हाथ उठाकर शबल कह हर सकते हैं बतस। कि परमेश्वर ने मेरे अंदर एक अभिषेक दे रखा ഈ है, അഭിഷേകം നിന്റെ രോഗത്തെ മാറ്റുന്ന അഭിഷേകമാണ്. और ये अभिषेक आपके रोग को दूर करने वाला अभिषेक ഈ है। അഭിഷേകം നീ എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ നിന്നെ മാനിക്കുന്ന അഭിഷേകമാണ്. और ये अभिषेक जहाँ पर हालेलुया। आप खड़े हैं वहाँ आपको मान सम्मान देने वाला अभिषेक ഈ है। അഭിഷേകം എവിടെ നീ ബലഹീനനായിരിക്കുന്നോ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ അഭിഷേകമാണ്. और ये जहाँ पे आप निर्बल हो वहाँ पे आप पूर्णता की तरफ जाने वाला एक अभिषेक है। പൗലോസിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുക, എന്റെ കൃപ ഞാൻ നിനക്ക് തരുന്നു, അത് ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന അഭിഷേകമാണ്. और पौलुस को परमेश्वर बुलाकर कहता हालेलुया। है, मेरा अभिषेक मैं तुम्हें देता हूँ शबर जो हर बस। निर्बलों को बलवान बना देता है। ഇത് പറയുക, ദൈവമേ നീ എന്നെ രാജാഭിഷേകത്താലാണല്ലോ വിളിച്ചിരിക്കുന്നത്. और दाऊद इस प्रकार कहता है, प्रभु आपने मुझे राज अभिषेक से बुलाया है। ഞാൻ ആ ദാവീദിനോട് ചേർന്ന് എൻ്റെ ലൈഫുമായിട്ട് ഞാനൊന്ന് കണക്ട് ചെയ്യുക. പലപ്പോഴും ഞാനും ഒക്കെ പറയാറില്ല, ദൈവമേ എൻ്റെ അകത്തൊരു അഭിഷേകമുണ്ടെന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ പലപ്പോഴും ബലഹീനമായി പോകുന്ന ഒരവസ്ഥ. और ये दाऊद के जीवन को जब मैं अपने जीवन से जोड़ता हूँ तो मैं भी कई बार परमेश्वर से कहता हूँ कि मेरे अंदर एक अभिषेक है, लेकिन कई बार मैं निर्बल अवस्थाओं में चला जाता हूँ। അഭിഷേകത്തിന്റെ താളുകൾ ഓരോ വർഷം ഓരോ മാസം ഓരോ ഉപവാസം കഴിയുമ്പോൾ മാറി 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 വരുന്നെങ്കിലും അത് കഴിഞ്ഞു കഴിയുമ്പോൾ ബലഹീനപ്പെടുത്തുന്ന ചിന്തകൾ, ചിന്താഗതികൾ, സ്വഭാവങ്ങൾ, സ്വഭാവദൂഷ്യങ്ങൾ ഒക്കെ നമ്മളിൽ വരുമ്പോൾ ആത്മാവിൽ ദൈവസഭ ഇന്ന് പകൽ തിരിച്ചറിയണം, നീ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം രാജാഭിഷേകമാണ്. और जब आपका उपवास और हालेलुया। प्रार्थना से आपका अभिषेक एक एक स्टेप में बढ़ जाएगा, लेकिन कुछ अवस्थाओं में आपका जो है निर्बल हो जाते हो आप, उस समय आप सोचे कि प्रभु ने दिया ये राज अभिषेक है। ഇവന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം ശ്രദ്ധിച്ചോണേ, ഇവന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം പുറത്തു വരാതിരിപ്പാൻ അവനെ ബലഹീനപ്പെടുത്തുന്ന ഏതോ ഒരു ശക്തി. और यहाँ पे आप ध्यान दें, यहाँ पे लिखा हुआ है कि उसके अंदर जो अभिषेक है वो प्रकट ना हो, ऐसे निर्बल बनाने वाली एक शक्ति वहाँ कार्य कर रही है। ഇവിടെ കണ്ടോ, ആ ടെസ്റ്റിലേക്ക് ഒന്ന് വന്നേ. ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനെങ്കിലും ഇന്ന് ഞാൻ ബലഹീനനാകുന്നു. और यहाँ लिखा है कि मैं अभिषिक्त राजा हूँ, लेकिन अभी मैं आज निर्बल हूँ। ഓർത്ത് നോക്കണേ, ഉള്ളതുപോലെ ദാവീദ് പറയുകയാ, എനിക്കറിയാം ഞാനൊരു ദൈവദാസനാണെന്ന്. और यहाँ सोच के देखिए कि दाऊद जो है वास्तविकता को बता रहा है कि वो जानता है कि वो एक अभिषेक प्राप्त किया हुआ व्यक्ति है। എനിക്കറിയാം എൻ്റെ വീട്ടിൽ പലരുണ്ടായിട്ടും ശമൂവേൽ പ്രവാചകൻ എൻ്റെ വീട്ടിൽ വന്ന്
എന്നെ രാജാഭിഷേകം ചെയ്തതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടെങ്കിലും ദാവീദ് പറയുകയാ, ഞാൻ ബലഹീനനായി പോയിക്കൊണ്ടിരിക്കും. और दाऊद अच्छे से जानता था कि उसके घर में बहुत सारे उसके भाई थे, लेकिन इसके बावजूद शामुएल प्रचारक वहां पे आया और उसे चुना. ये दाऊद अच्छे से जानता था. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഒന്ന് ഓർത്ത് ചിന്തിച്ച്, ഉള്ളുകൊണ്ട് ചിന്തിച്ച്, ആരും കൈവെക്കണ്ട, ഉള്ളുകൊണ്ടൊന്ന് ചിന്തിച്ച്, ഉള്ളിൽ അഭിഷേകം ഉണ്ടെന്ന് നല്ല ബോധ്യമുണ്ടെങ്കിലും ആരാധന മധ്യത്തിൽ ഇരുന്നും ബലഹീനമായി പോകുന്ന, ബലം നഷ്ടപ്പെട്ടു പോകുന്ന ചിന്താഗതികൾ നമ്മളെ ഭരിക്കുന്നില്ലേ? और यहाँ पे आप कोई हाथ ना उठाए, लेकिन आप सोच के देखिए कि आपके अंदर एक अभिषेक पड़ा हुआ है, लेकिन आराधना में जब आप आते हो तो कई चिंताएं आपके मन में आ जाती है जो आपको निर्बल बना देती ഇന്ന് है. പകൽ എവിടെയാണ് ബലഹീനപ്പെടുത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞു വേണം ഈ ആരാധനാലയം വിട്ട് താഴെ ഇറങ്ങിപ്പോൻ. और आज आप इस बात को समझ ले कि कौन सी परिस्थितियां आपको निर्बल बना रही है, उसको भली भांति जान ले. കൃപാവരങ്ങൾ പുറത്തു വരാതിരിപ്പാൻ, ദൈവകൃപ പുറത്തു വരാതിരിപ്പാൻ, ആരാധന പുറത്തു വരാതിരിപ്പാൻ, ദൈവസന്നിധിയിൽ കയറി വരുന്നത് പുറത്തു വരാതിരിപ്പാൻ, അഭിഷേകമുള്ള നിന്നെ ബലഹീനപ്പെടുത്തുന്നത് എന്താണെന്ന് ഇന്നു പകൽ പരിശോധിച്ചോണം. और आप इस बात को अच्छे से जांच ले आज ही कि कैसी वो परिस्थितियां है जो आपको आपकी आराधना नहीं करने देती, आपके छुपे अभिषेक को जो है अभिषेक को प्रकट करने नहीं देती. ऐसी अवस्थाओं को आप जान ले. ഇവിടെ കണ്ടോ, സെരൂയയുടെ പുത്രന്മാരായ ഈ പുരുഷന്മാർ എനിക്ക് എന്താ ഒതുങ്ങാത്ത കഠിനന്മാരത്ര, ഒതുങ്ങാത്ത കഠിനൻ. और यहाँ लिखा है सरूयाह के पुत्र मुझसे अधिक प्रचंड है. ഓർത്ത് നോക്കണേ, നമ്മളെ ഒതുക്കി കളയുന്ന ചില ബലഹീനതകൾ ജീവിതത്തിൽ വരും. और कई बार हम ध्यान दे के कई परिस्थितियां हमें एक साइड में कर देती है. ഞാൻ ഒറ്റ വചനമേ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ധ്യാനിച്ചുള്ളൂ. और मैंने सिर्फ एक वचन को आज के मनन के लिए मैंने ध्यान किया है. അഭിഷേകത്തിന്റെ മുൻപിൽ ഒതുങ്ങാത്ത ഒരു കൂട്ടം, अभिषेक के सामने ना खड़े होने वाले एक झुंड. ആത്മാവിൽ ആയുധമെടുത്ത് മുൻപോട്ട് നടന്നവരുടെ കൂട്ടം ഇന്ന് അഭിഷേകത്തെ ഒതുക്കാൻ കൂടെ നിൽക്കുക. और आत्मा के जो हथियार लिए हुए ऐसे एक झुंड को जो है उनको एक साइड में करने वाला एक झुंड. അഭിഷേകം അകത്തിരിപ്പുണ്ട്, ആരാധന അകത്തിരിപ്പുണ്ട്, അന്യഭാഷ അകത്തിരിപ്പുണ്ടെങ്കിലും നീ ഒതുങ്ങി പോകുന്ന ചില മേഖലകൾ. और आपके अंदर आराधना है, पवित्र आत्मा है और परमेश्वर का सानिध्य है, लेकिन ऐसी परिस्थिति आ जाती है कि आप निर्बल हो जाते हैं. നമ്മുടെ കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. हालेलुया. ദൈവമേ, എന്നെ ഒതുക്കുന്ന, എന്നെ ആത്മീയത്തിൽ, എന്നെ അഭിഷേകത്തിൽ വളർത്താതിരിക്കുന്ന, എന്നെ ബലഹീനമാക്കുന്ന, എന്നെ ഒതുക്കിക്കളയുന്നത് എന്താണെന്നുള്ളത് ദൈവാത്മാവ് ഇന്നു പകൽ ഒന്ന് പരിശോധിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. और हम परमेश्वर से इस प्रकार प्रार्थना करें कि प्रभु हमें ये पता कि कौन सी ऐसी बातें हैं जो हमें अभिषेक में, आत्मिक बातों में उन्नति करने नहीं देती. ഒരു ദിവസം 4 തവണയും 3 തവണയും ഒക്കെ മാറി മാറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദാവീദ് और एक दिन में 3 बार 4 बार अलग अलग रीति से प्रार्थना करने वाला दाऊद, പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ദാവീദ്, और विपरीत परिस्थितियों में भी परमेश्वर के सामने नाचते हुए आराधना करने वाला दाऊद, പടയാളികൾ മുൻപിൽ നിൽക്കുമ്പോൾ കുന്നൊന്ന് കുന്ന് രണ്ടെന്നും പറഞ്ഞു വെട്ടി ഓരോന്നിനെ താഴെ ഇട്ടുകൊണ്ടിരുന്ന ദാവീദ്, और जो शत्रु जब सामने और सैनिक सामने थे एक एक करके सर काटने वाला दाऊद, ഇന്ന് ദാവീദ് മുട്ടുമായിരുന്നോട് പറയപ്പോ എന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിലും ഞാൻ ബലഹീനനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. और वो ही दाऊद आज इस प्रकार कहता है कि हे Jesus. प्रभु, मेरे अंदर अभिषेक है तो भी मैं निर्बल हूँ. പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, ആരാധിക്കുന്ന ദൈവദാസിദാസന്മാരെ, ഇന്ന് പകൽ ഓർത്തോണം, നീ ബലഹീനമാക്കുന്നത് എവിടെയോ, നീ ബലം നഷ്ടപ്പെടുന്നത് എവിടെയാണെന്ന് പരിശോധിച്ചോണം. और प्रार्थना करने वाले परमेश्वर के दास दासियों, आप इस बात को भली भांति जान ले कि किस स्थिति में आप जो है निर्बल हो रहे ഈ हैं. ആഴ്ച നിന്നെ ബലഹീനമാക്കിയത് എന്താ? इस जो है सप्ताह आपको किस बातों ने निर्बल किया है? ഉപവാസ പ്രാർത്ഥന നിന്നെ ബലഹീനമാക്കിയത് എന്താ? उपवास के प्रार्थना में आपकी निर्बल अवस्था को कैसे दूर किया है? നീ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിൽ ഇരിക്കുകയില്ല എന്ന് ശമൂവേൽ പറഞ്ഞെങ്കിലും അതേ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാ, അവന്റെ ബലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ. और शामुएल ने कहा जब तक वो आएगा नहीं तब तक मैं यहाँ से नहीं जाऊंगा. उसी पुस्तक में वो दाऊद कहता है मैं निर्बल हो गया. അഭിഷേകം പകർന്ന അതേ
അതേ പുസ്തകത്തിൽ അവന്റെ അഭിഷേകം കുറയുന്നതും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. और अभिषेक जिस पुस्तक में उंडेला गया उसी पुस्तक में अभिषेक कम हो गया है करके लिखा है. ഇന്ന് പകൽ ഓർത്തോണം, നിന്റെ തലയെ ഉയർത്തുന്ന സർവശക്തനായ ദൈവമാണ്. और आज सुबह सोच कर देखिए, आपके सर को ऊंचा करने वाला सर्वशक्तिमान ഇന്നലെ परमेश्वर. പ്രാർത്ഥനയിൽ തലപൊക്കി നിന്ന പലരും और कई लोग जो पिछले दिनों प्रार्थना में सर उठाकर खड़े थे, പ്രസംഗത്തിൽ തലപൊക്കി നിന്ന പലരും, विपरीत परिस्थितियों में सर उठाकर खड़े थे, ദർശനത്തിൽ തലപൊക്കി നിന്ന പലരും दर्शन में जो है सिर ऊंचा किए खड़े थे. ഈ കാലഘട്ടങ്ങളിൽ ബലഹീനരായി പോകുന്നതിന്റെ കാരണം എന്താ? और इस युग में वो निर्बल क्यों हो रहे हैं? ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ഉള്ളുകൊണ്ട് പരിശോധിച്ചോണം. और आज सुबह परमेश्वर की आत्मा कहती है, अपने आप को अंदर से जांच ले. എന്റെ കർത്താവേ, ഞാൻ എവിടെങ്കിലും ബലഹീനമാകുന്നുണ്ടെങ്കിൽ, हे मेरे परमेश्वर, अगर मैं किसी भी परिस्थिति में निर्बल हो रहा ഞാൻ हूँ, എവിടെങ്കിലും ക്ഷീണിക്കുന്നുണ്ടെങ്കിൽ, अगर मैं कहीं थक रहा हूँ, എന്റെ പ്രാർത്ഥന എന്റെ ഭവനത്തിൽ കുറയുന്നുണ്ടെങ്കിൽ, अगर मेरे भवन में प्रार्थना कम होती जा रही ദാവീദ് है. പറഞ്ഞതുപോലെ ചിലർ എനിക്ക് നേരെ ഒതുങ്ങാതെ എഴുന്നേൽക്കുകയാ. दाऊद जैसे कह रहा है, कई लोग मेरे सम्मुख प्रचंडता से खड़े हुए നീ हैं. ഒതുക്കാൻ നിന്നെ പലരും നോക്കിയിട്ടും कई लोग आपसे अधिक प्रचंड होकर आपको जो है एक किनारे लगाने के लिए खड़े हैं, तो भी പലരും നിന്നെ ഒതുക്കാൻ നോക്കിയിട്ടും നീ ഒതുങ്ങാതിരിക്കുന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? അകത്തു വ്യാപരിക്കുന്ന അഭിഷേകമാണ്. और कई लोग आपको जो है पीछा पछाड़ने के लिए देख रहे हैं, लेकिन फिर भी आप क्यों नहीं पिछड़े हुए? क्योंकि ഇന്ന് आपके പകൽ अंदर നിന്റെ एक കുടുംബം अभिषेक ഒതുക്കാൻ है. പലരും നോക്കിയില്ലേ? कई लोगों ने आपके परिवार को पीछे करने की कोशिश किया. നിന്റെ ദർശനത്തെ ഒതുക്കാൻ നോക്കിയില്ലേ? आपके दर्शन को उन्होंने पिछाड़ने की कोशिश की. നിന്റെ തലമുറയെ ഒതുക്കാൻ നോക്കിയില്ലേ? आपके पीढ़ी को उन्होंने पछाड़ने की कोशिश की. നിന്റെ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് നിന്നെ ഒതുക്കാൻ നോക്കിയില്ലേ? आपकी नौकरी के आपके डिपार्टमेंट में आपको एक നിന്റെ किनारे അകത്തു लगने की വ്യാപരിക്കുന്ന कोशिश ആത്മാവിനെ തിരിച്ചറിഞ്ഞോണം. की. आपके अंदर जो आत्मा है उसको अच्छे से जान ले. നീ അവിടെ നിന്ന് ഓടി ഒളിക്കാനല്ല ആഗ്രഹിക്കുന്നത്, അഭിഷേകത്തോടെ അവിടെ തന്നെ നിന്നോണം. और आप जहाँ भागना चाहते हैं, अपने अभिषेक के साथ आप आ जाए. പ്രശ്നം വരുമ്പോൾ ഓടി ഒളിക്കുന്നതല്ല അഭിഷേകം. और जो है विपरीत परिस्थितियों में आप भाग जाए इसलिए नहीं है अभिषेक. പ്രശ്നം വരുമ്പോൾ ഒതുക്കുന്നവരുടെ നടുവിൽ ശക്തിയോടെ നിന്നോണം. और आपके विपरीत परिस्थितियों में आप भी एक सामर्थ्य के साथ खड़े हो जाए. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. हालेलुया. ഇന്ന് പകൽ ദൈവിക ദൂതായി പ്രവചന ദൂതായി പറയാം, നിന്റെ മുൻപിലെ പ്രശ്നങ്ങളുടെ നടുവിൽ അപ്പോ ഞാൻ ഓടിപ്പോവുകയാണെന്നല്ല പറയുന്നത്, എന്റെ മേൽ ഒരു രാജാഭിഷേകമുണ്ട്. और आपकी विपरीत परिस्थितियों में आपको भागना नहीं है, आपके अंदर एक आशा होनी चाहिए. സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് പകൽ എന്നെ ആത്മാവിൽ വചനം ബലപ്പെടുത്തുക. നമ്മളൊക്കെ പലപ്പോഴും പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നും മാറി മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ? कितने लोग इस वचन से आज जो है एक बल प्राप्त किया है. हम लोग भी कई बार विपरीत परिस्थितियों में पीछे हट जाते हैं. ദാവീദ് ഈ വാക്യം പറയുവാൻ കാരണം എന്താണെന്ന് അറിയാമോ? और दाऊद ने ये वचन यहाँ क्यों कहा है? അതിന്റെ 39ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, സെരൂയയുടെ പുത്രന്മാരായ ഈ പുരുഷന്മാർ എനിക്ക് ഒതുങ്ങാത്ത കഠിനന്മാരത്രേ. और यहाँ लिखा है, सरूयाह के पुत्र मुझसे अधिक प्रचंड है. അതിന് 2-ാം അധ്യായം 18ാമത്തെ വാക്യം വായിച്ചു. 2:18. परंतु नेर के पुत्र अबनेर जो शाऊल का प्रधान सेनापति था, उसने शाऊल के पुत्र इशबोशेत को संग ले पार जाकर महनेम में पहुंचाया. 2:18 ആണ് ഇത്. 2:18. മതി. ഇവിടെ നാം വായിച്ചത് സെരൂയയുടെ പുത്രന്മാരെന്ന് പറയാൻ കാരണം, ഈ സെരൂയ ആരാന്നറിയാമോ? ശൗമേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ 40 ദിവസ ഉപവാസ പ്രാർത്ഥനയിലെ മുമ്പത്തെ ഭാഗത്താന്ന് തോന്നുന്നു പഠിച്ചു. ശമൂവേലിന്റെ പുസ്തകത്തിൽ നാം പഠിച്ചു, ദാവീദിന്റെ ഉറ്റ സഹോദരിയാണ് ആരാ? ഈ സെരൂയ. और हमने जब शमूएल की पुस्तक में पढ़ेंगे तो जो दाऊद की एक बहन थी वो है शरूयाह. ഈ ദാവീദിന്റെ പെങ്ങളാ ഈ സെരൂയ. और जो दाऊद की बहन थी
ഈ यहाँ। പെങ്ങടെ മോനാണ് യോവാബ്. और ये जो है बहन का बेटा था ये योआब, ഈ പെങ്ങടെ മോനാണ് അബിയായി. और उसकी बहन का बेटा था अभिषेक, ഈ പെങ്ങടെ മോനാണ് അസഹാൻ. और उसी का ही बेटा था असहलय। ഈ ആരാപ്പം ദാവീദിന്റെ അഭിഷേകത്തിനെതിരായി നിൽക്കുന്നത്? और कौन दाऊद के अभिषेक के विरोध में खड़ा हुआ है? പറഞ്ഞേ, ആരാ ദാവീദിന്റെ അഭിഷേകത്തിനെതിരായി നിൽക്കുന്ന? ആരാ? बहन के बच्चे। സ്വന്തം പെങ്ങടെ മക്കളാണ് ഒരു വീട്ടിൽ ഒരുവന്റെ വളർച്ചയ്ക്ക് തടസ്സം. और खुद का जो बहन के बच्चे उसके जो है अभिषेक के खिलाफ खड़े हुए हैं। യോവാബിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ, ഓർക്കുന്നുണ്ടോ? യോവാബിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു, ദാവീദ് ഏത് കാര്യത്തിലും മുൻപിൽ നിൽക്കുവാൻ വാളും പരിചയം കൊടുത്ത് ഇറക്കി വിടുന്നവനായിരുന്നു യോവാബ്. और योआब के बारे में हमने पढ़ा है कि दाऊद किसी भी कार्य के लिए योआब को जो है तलवार के साथ खड़ा करता था। ഇന്ന് പകൽ നിങ്ങൾക്ക് ബലം പകരുന്ന ഒരു ആത്മീക ദൂതിലേക്ക് ഞാൻ കയറുക. और आज सुबह मैं आपको बल देने वाले एक आत्मिक दूत की तरफ जा रहा हूँ। ദാവീദിന് മുൻപിൽ ഏത് ആക്രമണത്തിന്റെ വാള് വന്നാലും അത് നേരിട്ട് കൊയ്യാൻ, നേരിട്ട് കൊള്ളാൻ മുൻനിരയിൽ ഇറങ്ങി നിന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പെങ്ങടെ മോനായിരുന്നു യോവാബ്. और दाऊद के सामने कोई भी परिस्थिति का सामना करने के लिए उसके बहन का बेटा था योआब। യോവാബിനെ ഏത് യുദ്ധത്തിനും നല്ല ആയുധങ്ങൾ കൊടുത്ത് മുൻപോട്ട് ഇറങ്ങിപ്പോകുന്നവനാ യോവാബ്. और योआब किसी भी युद्ध के लिए अच्छे हथियारों के साथ आगे की तरफ बढ़ने वाला था। ഒരിക്കൽ അബ്നേറിന്റെ ഭാര്യയെ ദാവീദിന് ഇഷ്ടം തോന്നിയിട്ട് യോവാബിനോട് പറഞ്ഞു, യുദ്ധക്കളത്തിൽ വെച്ച് അവനെ അങ്ങ് തീർത്തേക്കണം. और एक बार अबनेर की पत्नी जो है दाऊद को प्रिय लगी तो उसने योआब से कहा कि युद्ध के मैदान में उसे खत्म कर दे। ദാവീദിന്റെ എല്ലാ കൊള്ളരുമായ്മയ്ക്ക് കൂട്ടുനിന്നവനായിരുന്നു യോവാബ്. और दाऊद कोई भी काम करता था उसके हर एक कार्य के साथ रहने वाला एक बेटा था योआब। ദാവീദിന്റെ വീട്ടിൽ ഏതൊരു മഹത്വകരമേറിയ കാര്യമുണ്ടെങ്കിലും അതിന് കാര്യവിചാരകത്വം നടത്തുന്നത് യോവാബായിരുന്നു. और दाऊद के घर में कोई भी बड़ी बात होती थी उसको वो चलाने वाला था योआब। ഇന്ന് പകൽക്കാലം ഞാൻ പറയുക, ദാവീദ് അതേ പുസ്തകത്തിൽ പറയുക, എന്റെ അഭിഷേകത്തിന് എന്നെ ബലഹീനമാക്കുന്നത് എന്റെ പെങ്ങടെ മക്കളാ. और उसी पुस्तक में दाऊद बोल रहा है कि मेरे अभिषेक को निर्बल करने वाले मेरे बहन के बच्चे ही है। കണ്ട വായിച്ച കുറിവാക്യം കണ്ട, സെരൂയയുടെ പുത്രന്മാർ കാരണം ഞാൻ ബലഹീനരായി പോകും. और हमने ये वचन पढ़ा है कि सरूया के पुत्रों के कारण मैं बलहीन हो गया। ഇപ്പൊ ഈ പെങ്ങടെ മക്കള് ദാവീദിന് ഒരു ഒഴിയാബാധയായി മാറി. और उसकी बहन के बच्चे ऐसे हो गए थे कि उनको वो चाहकर भी दूर नहीं कर सकता ഇന്ന് था। പകൽ ഇവിടെ ഇരിക്കുന്നവരോട് ഞാനൊരു ദൂത് കൈമാറാം. और यहाँ बैठे हुए लोगों से मैं एक दूत बताना चाहता हूँ। നിന്റെ ആത്മീക വളർച്ചയ്ക്കും ആത്മാവിന്റെ അഭിഷേകത്തിനും നിന്റെ വീട്ടുകാർ വരെ എതിരായാലും നിന്റെ മേൽ ലഭിച്ചിരിക്കുന്ന അഭിഷേകം ഏതാണെന്ന് അവരവർ തിരിച്ചറിഞ്ഞോണം. और अगर आप हालेलुया। आत्मिक अभिषेक के खिलाफ आपके घर वाले भी हो जाएंगे तो आपके अंदर पड़े हुए अभिषेक को आप जान ले। ഞാൻ എന്തൊരു ശക്തനായ രാജാവായിരുന്നു അറിയാമോ? ദാവീദ് പറയുക. और दाऊद कह रहा है कि मैं कितना सामर्थी राजा था। ഇന്ന് പകൽക്കാലം ഓർത്തോണം, നിന്റെ വരുമാനം നഷ്ടപ്പെടുന്നെങ്കിൽ, और आज सुबह के समय सोच ले अगर आपका वेतन नष्ट हो रहा നീ है ഒരു രോഗിയായി മാറുന്നു എന്ന് തോന്നിയാൽ, और अगर आप एक रोगी हो रहे हैं ऐसे आपको लग रहा है നിന്റെ तो, ജീവിതത്തിൽ എല്ലാം നിനക്കെതിരെ അസ്തമിച്ചു മാറി നിന്നാലും, और आपके जीवन में हर एक बातें अस्त हो गई है तो भी, ഇന്ന് പകൽക്കാലം ആത്മാവിൽ ദൈവസഭ പറഞ്ഞോണം, എന്റെ മേലൊരു അഭിഷേകമുണ്ട്. तो आज सुबह के समय परमेश्वर के लोग इस बात को कहे कि मेरे अंदर एक अभिषेक है, എന്റെ മേലൊരു അഭിഷേകമുണ്ട്. मेरे अंदर एक अभिषेक है। ആവർത്തന പുസ്തകത്തിലേക്ക് ഒന്ന് വന്നേ, ബുക്ക് ഓഫ് ഡ്യൂട്ടോണമി और व्यवस्था विवरण की किताब में आए 25 അധ്യായം 18 വാക്യം और उसका 25 का 18 ഒന്ന് വായിച്ചാ. 25 ആ ആ ആ ആ ആ സോറി 80 ഒന്നുകൂടെ വായിച്ചാട്ടെ. അവൻ ദൈവത്തെ ആ ആ ആ ഓർത്തു നോക്കണേ, ഈ പിൻപിൽ പോകുന്നവരൊക്കെ ആരായി മാറുക? വചനത്തിൽ ബലഹീനരായി മാറുക. और यह वचन में लिखा है जो लोग पीछे जाते हैं वो निर्बल हो जाते हैं। ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരവര് ചിന്തിച്ചോളാം, ഞാൻ പിന്നണിയിലാണോ മുന്നണിയിലാണോ? और आज ये वचन को ध्यान करते समय आप खुद सोच ले कि आप आगे है या पीछे है। ദൈവം നിന്നെ വിളിച്ചത് മുന്നണിയിലേക്ക് ഇറങ്ങാനാ.
और परमेश्वर ने आपको आगे ले जाने के लिए बुलाया है। ദൈവം നിന്നെ വിളിച്ചത് പിന്നണിയിൽ കിടക്കാനല്ല. परमेश्वर ने आपको पीछे होने के लिए नहीं बुलाया। പിന്നണിയിൽ കിടന്നവരെല്ലാം ഒരു വാളുകൊണ്ട് കൊന്നു 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 കളഞ്ഞു. और जो लोग पीछे रह गए थे उन सबको उन्होंने तलवार से मार डाला। മുന്നണിയിൽ നിന്നവർ ഒരു പ്രശ്നത്തെ വെട്ടി വെട്ടി അകത്തോട്ട് കയറി. और जो आगे खड़े हुए वो हर एक परिस्थितियों को काट काट कर आगे चले गए। നമ്മുടെ കൂടെ ആരാധിക്കുന്ന ആരും പിന്നണിയിലേക്ക് പോകരുത്. हमारे साथ रहने वाला कोई भी पीछे ना हो जाए। അഭിഷേകത്തോടെ മുന്നണിയിലേക്ക് കയറാനാ ദൈവാത്മാവ് ദൂത് ഓർപ്പിക്കുന്നത്. अभिषेक के साथ आगे बढ़ जाए, ये परमेश्वर की आत्मा आपको दूत बताती है। കൃപാവരങ്ങളിൽ മുന്നോട്ട് കയറണം. वरदानों में परमेश्वर से आगे बढ़ जाए ദൈവനാമത്തിനു വേണ്ടി കൊടുക്കുന്നതിൽ മുന്നോട്ട് കയറണം. और परमेश्वर के नाम से देने के लिए आगे हो जाए। പ്രാർത്ഥനയിൽ നീ മുന്നണിയായി കയറുകേ. प्रार्थना के लिए आप आगे बढ़े। ആരാധനയിൽ നീ മുന്നണിയായിക്കേ. आराधना में आप आगे बढ़ जाए। സഭയുടെ കാര്യങ്ങളിൽ ഉത്തരവാദിത്തം ചെയ്യുന്നത് നീ മുന്നണിയായിക്കേ. और कलीसिया के कार्य करने के लिए हर एक रिस्पॉन्सिबिलिटी के लिए സഭായോഗങ്ങളിൽ നീ आगे हो जाए। മുന്നണിയായിക്കേ. और परमेश्वर की कलीसिया में आप आगे हो जाए। മുന്നണിയായിരിക്കുന്നവരെ അഭിഷേകത്താൽ ദൈവം മുന്നോട്ട് കയറ്റും. और जो आगे की तरफ बढ़ते जाएंगे परमेश्वर उन्हें आत्मा और अभिषेक से भरता जाएगा। ഇറങ്ങി തിരിച്ചവരെല്ലാം ബലഹീനരും ബലമുള്ളവരുമായിരുന്നു. और जो निकले थे उनमें से कुछ लोग निर्बल भी थे और बलवान भी थे। എന്നാൽ ദൈവം അവരെ ബലപ്പെടുത്തി എങ്ങനെയാണെന്നറിയാം. അവർക്ക് മന്ന കൊടുത്തു, അവർ ബലം പ്രാപിച്ചു. लेकिन परमेश्वर ने उन्हें बल कैसे दिया? उनको मन्ना दिया और उन्होंने बल प्राप्त किया। കാടപ്പക്ഷികളെ ഇറക്കി കൊടുത്തു, അവർക്ക് ബലം കൊടുത്തു. और पक्षियों को जो है पक्षियों का मांस खिलाया, जैसे उन्होंने बल प्राप्त किया। ഇവരാ മിസ്രൈമിൽ നിന്ന് വന്നപ്പോൾ എല്ലാം ബലഹീനരായിരുന്നേ. और जब वो मिस्र से निकले थे सारे ही निर्बल थे। ഓർത്തോണ്ട് ഇവർ അവിടുന്ന് വന്നപ്പോൾ എല്ലാം ബലഹീനരായിരുന്നു. और सब लोग जो वहां से निकले थे सब लोग निर्बल थे। ഇവർക്ക് പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു. परमेश्वर ने उन्हें चट्टान से जो पानी को दिया അഗ്നിസ്തംഭവും മേഘസ്തംഭവുമായി ദൈവം കൂടെ നടന്നു. और बादल का और मेघ का खंबा बनकर उनके संग रहा ചെങ്കടൽ കീറി ഇവരെ അക്കരെ എത്തിച്ചു. और लाल समुद्र पार कराया। എന്നാൽ ഓർത്തോണം, അക്കരെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ കൃപാവരങ്ങൾ കുറയാൻ തുടങ്ങി. लेकिन जब वो उस पार लाल समुद्र के पहुंच गए उनके वरदान कम होते गए ഇവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി. और उन्होंने वहां पे मूर्ति को बनाकर उसकी आराधना करनी शुरू की। മുന്നണിയായി മുൻപോട്ട് പോയവർ ധനവും മാനവും പ്രതാപവും സമ്പത്തും ശമ്പളവും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേര് അവര് പിന്നണിയിലേക്ക് മാറാൻ തുടങ്ങി. और जब वो लोग वरदानों से भरे हुए थे लेकिन जब उनके पास धन संपत्ति सब आ गई वो लोग पीछे की तरफ हो गए। എപ്പോഴാ നിന്റെ വരുമാനം നഷ്ടപ്പെടാൻ തുടങ്ങിയത്? और कब आपका वेतन नष्ट होना शुरू हुआ? നീ മുന്നണിയായപ്പോഴാണോ നിന്റെ വരുമാനം നഷ്ടപ്പെടാൻ തുടങ്ങിയത്? നീ പിന്നണിയായപ്പോഴാണോ നിന്റെ വരുമാനം आपका നഷ്ടപ്പെടാൻ? वेतन कब नष्ट हुआ? आप आगे गए तब नष्ट हुआ या जब आप पीछे गए तब नष्ट हुआ है? എപ്പോഴാ നിന്റെ രോഗം നിന്റെ വീട്ടിൽ ആധിപത്യം പുലർത്തിയത്? നീ മുന്നണിയായിരുന്നപ്പോഴാണോ പിന്നണിയായിരുന്നപ്പോഴാണോ? आपके घर में बीमारी ने कब जो है स्थापना की? आप आगे गए तब या आप पीछे गए तब? നമ്മുടെ ഭവനത്തിൽ എപ്പോഴാ സമാധാനം നഷ്ടപ്പെടാൻ തുടങ്ങിയത്? ഭവനം മുന്നണിയായി മുൻപോട്ട് പോയപ്പോഴാണോ പിന്നണിയായി മുൻപോട്ട് പോയപ്പോൾ? और आपके जीवन में आपके परिवार में शांति कब नष्ट हो गई कि परिवार आगे की तरफ बढ़ा या पीछे की तरफ खींचा? കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഇന്ന് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പിന്നണിയിലേക്ക് പോയ പല സമയങ്ങൾ ജീവിതത്തിലുണ്ട്. और परमेश्वर से कहे, हे प्रभु मैं पीछे की तरफ गया, ऐसे कई अवस्थाएं मेरे जीवन में आई है। എൻ്റെ ജീവിതത്തിൽ എത്ര കഠിന ശോധനകൾ വന്നാലും നാഥാ പിന്നണിയിലേക്ക് പോകാൻ ദൈവം എന്നെ हे അനുവദിക്കരുത്. प्रभु मेरे जीवन में चाहे कितनी भी विपरीत परिस्थितियां आ जाए लेकिन मैं पीछे की तरफ ना जाऊं। എന്നെ മറ്റുള്ളവർ, എൻ്റെ വീട്ടിലുള്ളവർ, എൻ്റെ പെങ്ങന്മാരുടെ മക്കൾ, എൻ്റെ കൂടപ്പുറപ്പുകൾ എന്നെ ഒതുക്കാൻ നോക്കി. പക്ഷേ എന്നെ ഒതുങ്ങാൻ നിൽക്കുന്നത് എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകങ്ങൾ കൊണ്ട്. और मेरे घर वाले, मेरे बहन के बच्चों ने मुझे एक किनारे करना चाहा लेकिन मैं एक किनारे इसलिए नहीं हुआ कि मेरे अंदर एक अभिषेक था। അഭിഷേകമുള്ള ദൈവവൈദ്യനെ ഒതുക്കാൻ പലതും ശ്രമിച്ചാലും നിന്നെ ഒതുക്കാൻ ലോകത്തിന് കഴിയത്തില്ല. കാരണം നിന്റെ മേൽ വീണ അഭിഷേകം രാജാഭിഷേകമാണ്. और अभिषेक प्राप्त किए हुए लोगों को दुनिया वाले चाहे कितना भी किनारा करने की कोशिश करे लेकिन वो नहीं कर पाएंगे। പെൺകുഞ്ഞിന്റെ ഭാവി ഓർത്ത് കരയുന്ന മാതാവേ, ആൺകുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് കരയുന്ന മാതാവേ, ഇന്ന് പകൽ ഓർത്തോണം, നിന്റെ മേൽ വീണ അഭിഷേകം രാജാഭിഷേകമാണ്. और अपनी बेटे बेटियों के लिए आप जो रो रहे हैं आप इस बात को जान ले, आपके अंदर जो अभिषेक है वो प्रभु का अभिषेक है। ചില കുടുംബങ്ങളിൽ നിന്നും സെരൂയയുടെ വ്യാപാരം അഴിഞ്ഞു മാറണം. और कई परिवारों से सरूयाह के जो है बंधन खुल जाएंगे। എന്താ ഈ സെരൂയയുടെ വ്യാപാരം? और क्या है ये जो सरूयाह के बंधन? ബലമുള്ളതിനെ ബലഹീനപ്പെടുത്തുന്ന വ്യാപാരം. और उनका व्यापार है जो है बलवानों को निर्बल करने का व्यापार। ആരാധനയ്ക്ക് വിട്ടയക്കാത്ത വ്യാപാരം ഏതാ?
और आराधना में ना छोड़ने वाला कौन सा व्यापार है? ഫറവോന്റെ വ്യാപാരമാ. फिरौन का जो है व्यापार है। ബലമുള്ളതിനെ ബലഹീനപ്പെടുത്തുന്ന വ്യാപാരം ഏതോ? और बलवान को बलहीन करने वाला व्यापार कौन सा है? സെരൂയയുടെ വ്യാപാരമാ. सरूयाह का ഇന്ന് व्यापार പകൽ ഇവിടെ है। ഇരിക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയണം നിന്റെ ഭവനത്തിൽ ഏത് വ്യാപാരമാ വ്യാപരിക്കുന്നതെന്നുള്ളത്. और आज यहाँ बैठे हुए हर कोई जान ले कि आपके घर में क्या व्यापार हो रहा है। നിന്റെ ശുശ്രൂഷ ക്ഷീണിക്കുന്നുണ്ടോ? നിന്റെ പ്രാർത്ഥന ക്ഷീണിക്കുന്നുണ്ടോ? നിന്റെ വചനധ്യാനം ക്ഷീണിക്കുന്നുണ്ടോ? നീ ബലഹീനമായി മാറുന്നുണ്ടോ? എങ്കിൽ ഓർത്തോ, സെരൂയയുടെ വ്യാപാരം നിന്റെ വീട്ടിൽ ആധിപത്യം പുലർത്താൻ और अगर തുടങ്ങിയിട്ടുണ്ട്. आपकी प्रार्थना कम हो रही है, आपका सुसमाचार कम हो रहा है, तो इस बात को जान ले कि आपके घर में जो है सरूया का जो व्यापार हो रहा है। പല സമയങ്ങളിലായി നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്ന कई बार हमारे आनंद को बुझाने वाला। ഇന്ന് പകൽ ഈ വചനം ഏറ്റെടുത്തോണം. കർത്താവേ, ഞാൻ ബലഹീനനാണെങ്കിലും എൻ്റെ അകത്തൊരു രാജാഭിഷേകമുണ്ട്. और आप इस बात को, इस वचन को ले लेके, प्रभु जी मैं अगर निर्बल हूँ तो भी आपका अभिषेक मेरे अंदर ഇന്ന് है। പകൽ ഞാൻ ഈ വചനം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ഭവനത്തിനകത്തുനിന്ന് കർത്താവിന്റെ കരം തൊട്ട് ചില സെരൂയയുടെ വ്യാപാരം വാതിൽ തുറന്ന് തിരിഞ്ഞു നോക്കി പോകുന്ന ഒരു കാഴ്ച ആത്മാവിൽ ഞാൻ ഇവിടെ നിന്ന് ദർശിക്കുന്നു. और यहाँ पे जब मैं हालेलुया! प्रार्थना कर रहा हूँ, मैं आत्मा में देख रहा हूँ कई भवनों से जो है यरूया की जो है सरूया की आत्मा जो है देखते देखते निकल रही നിന്നെ है। ബലഹീനമാക്കുന്ന ചില സെരൂയയുടെ വ്യാപാരം ഇവിടെ ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീട്ടിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഇറങ്ങി പോകുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവ് ദർശിക്കുകയാണ്. और परमेश्वर की आत्मा मुझे दर्शन में दिखाती है जब हम यहाँ प्रार्थना कर रहे हैं, कई सरूया का जो आत्मा है देखते देखते आपके भवन छोड़कर जा നീ रही വീട്ടിൽ है। കടന്നു ചെല്ലുമ്പോൾ വീടിന്റെ ബലഹീനത മാറിയിരിക്കണം. और आप जब भवन में जाए, आपके भवन की निर्बल अवस्थाएं दूर हो जाए। ഇന്ന് പകൽ ഓർത്തോണം, ദാവീദ് പറയുക, ശത്രു എന്നെ ഉന്നമിട്ടതിന്റെ കാരണം और यहाँ पे सुबह दाऊद कहता है कि शत्रु ने मुझे इसलिए देखा है। ദാവീദിന്റെ തലമുറയിൽ നിന്ന് സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ജനിക്കും, അവൻ അന്ത് പേരിടണം, ഇമ്മാനുവേൽ എന്ന് പേരിടണം. और दाऊद के घराने से एक स्त्री का जो है एक पीढ़ी जन्म लेना है, उसका नाम इम्मानुएल रखना है। വേഗത്തിലെടുത്ത് ദൂതുമായി പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനാകി. എന്തുകൊണ്ടാണ് രാജാഭിഷേകം പ്രാപിച്ച രാജാവ് ബലഹീനമായി പോയതിന്റെ കാരണം എന്താണെന്നറിയോ? और मैं जल्दी ही परमेश्वर की आत्मा से बताना चाहता हूँ कि दाऊद जिसने अभिषेक प्राप्त किया था वो निर्बल क्यों हो गया है। 27 തലമുറകൾ കഴിഞ്ഞിട്ടും 27 വംശപാരമ്പര്യങ്ങൾ കഴിച്ചിട്ടും ദാവീദിന്റെ ജീവിതത്തിൽ മാറ്റങ്ങളില്ല. और 27 पीढ़ियों के बाद, 27 वंश के बाद भी दाऊद के जीवन में कोई जो है भेदभाव नहीं हुआ। 28ാമത്തെ കാലഘട്ടങ്ങളിലേക്ക് വന്ന ഒരു വംശമായി ഒരുവൻ പിറന്നു വീണു. അവന്റെ പേര് ഇമ്മാനുവേൽ, നസറേനായ യേശു. और 28वीं पीढ़ी में एक व्यक्ति ने जन्म लिया और उसका नाम है इम्मानुएल, नासरी यीशु। അവൻ ഇവനിൽ നിന്നും പുറത്തു വന്നാൽ, ദാവീദിൽ നിന്ന് ഇവൻ പുറത്തു വന്നാൽ ചില മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളത് സെരൂയയ്ക്ക് അറിയാം. और वो जो है सरूया ये इस बात को भली भांति जानते थे कि ऐसा एक पुत्र जब दाऊद से उत्पन्न होगा तो कुछ बदलाव वहां पे आएंगे। ഇവന്റെ അകത്തൊരു വാഗ്ദത്തം മൂടപ്പെട്ട് കിടക്കണ്ട്. സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ പുറത്തു വരുമെന്ന് അറിഞ്ഞതുകൊണ്ട് ഇവന്റെ അഭിഷേകത്തെ ബലഹീനമാക്കി. और एक वायदा इसके जीवन में रखा हुआ था कि स्त्री की जो है संतान, एक बेटा पैदा होगा, इसलिए इसके अभिषेक को निर्बल करने के लिए उन्होंने यहाँ कोशिश किया। അവൻ പുറത്തു വന്നാൽ ദേശത്തിന്റെ ഗതി മാറും. और वो जब बाहर आएगा उस देश की अवस्था बदल जाएगी। അവൻ പുറത്തു വന്ന ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന നസറന യേശുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. और दाऊद के जो नासरी यीशु जो है जी उठेंगे, ऐसे है मेरा सुसमाचार। ഈ സുവിശേഷം പുറത്തു വരാതിരിക്കാൻ ഇവന്റെ അഭിഷേകത്തെ ബലഹീനമാക്കി. और ये सुसमाचार बाहर ना आ जाए इसलिए इसके अभिषेक को वहां पे निर्बल किया गया। എന്തുകൊണ്ടാണെന്നറിയാം? ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദ്യം ചോദിക്കാൻ നിർത്തുക. എന്തുകൊണ്ടാണെന്നറിയാമോ പിശാച് നിന്നെ ഉന്നവിടുന്നത്? और आप क्या जानते हैं कि जो है शैतान ने आपको क्यों एक निशाना बनाया हुआ है? നിങ്ങൾ തന്നെ അതിന് ആരൊരാൾ ഉത്തരം പറഞ്ഞു. എന്തുകൊണ്ടാണ് പിശാച് നിങ്ങളെ ഉന്നവിടുന്നത്, അല്ലെ എന്നെ ഉന്നവിടുന്നത്? और आप ही सोच कर देखिए, उत्तर दे कि किस लिए शैतान ने आपको जो निशाना बनाया ഇപ്പൊ ഈ है। കേട്ട വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി?
और इस वचन से जो आपने सुना है उससे क्या आपको समझ में आया? और दाऊद क्यों अभिषेक से निर्बल अवस्था में चला गया? സ്വന്തം പെങ്ങക്കറിയാം ഇവനിൽ കൂടെ ഇനി ഒരു വരും തലമുറ പുറത്തു വരാനുണ്ട്. और खुद की बहन जानती है कि इससे एक पीढ़ी उत्पन्न होने वाली ആ है തലമുറ പുറത്തു വരാതിരിക്കാൻ ഇവന്റെ അഭിഷേകത്തെ ഒതുക്കി. और वो पीढ़ी बाहर ना आ जाए इसलिए उसने इसके अभिषेक को किनारे करने की कोशिश की। നിന്റെ വളർച്ചയ്ക്ക് ഒന്നാമത്തെ തടസ്സം സഭയല്ല, നിന്റെ വീടാ. और आपके वृद्धि में सबसे बड़ी रुकावट सबसे पहले कलीसिया नहीं बल्कि आपका खुद का घर है। ഇവിടെ ഇരിക്കുന്ന വിശ്വാസിയല്ല നിന്റെ ഭവനത്തിലെ നന്മയ്ക്ക് തടസ്സം സ്വന്തം വീടാ. और यहाँ बैठा हुआ विश्वासी नहीं, आपके घर में आपके घर वाले ही सबसे पहले आपके विरोध में ഈ है। സെരൂയയുടെ ശക്തി വീട്ടിൽ നിന്നാ പൊങ്ങിയത്. और ये सरूयाह का जो है शक्ति वो उसके घर से ही उत्पन्न हुई। ദാവീദ് പറയും, എൻ്റെ കുടുംബം വളരെ സേഫായി മുമ്പോട്ട് പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഏത് മനുഷ്യനും എന്നെ കണ്ടാൽ ഭയപ്പെടും, ബഹുമാനിക്കും. പക്ഷേ ഇന്ന് ഞാൻ ബലഹീനമായി പോയി. और दाऊद कह रहा है कि ऐसा एक समय था जब कोई भी मुझसे भयभीत होता था, मेरा घराना बहुत ही आन शान के साथ आगे बढ़ा था। നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാമല്ലോ. हमारी आंखें प्रभु की संगति में ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയും, കർത്താവേ, നീ എൻ്റെ ബലഹീനതകളെ എടുത്തു, എൻ്റെ നിന്ദകളെ നീ എടുത്തു മാറ്റി. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാ, പിശാച് നേരത്തെ മനസ്സിലാക്കി ഇവനിൽ ഒരുവൻ മറഞ്ഞു കിടപ്പുണ്ട്. ഇവനിൽ ഒരുവൻ മറഞ്ഞു കിടപ്പുണ്ടെന്നുള്ളത് പിശാച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവനെ സ്വർഗം പിശാച് അവനെ ബലഹീനമാക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ഓർത്ത്, നിൻ്റെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവച്ച ചില ബലഹീനതകൾ, നിൻ്റെ ജീവിതത്തിൽ പിശാച് ഇറക്കി വെച്ച ചില ബലഹീനതകൾ ഈ സഭായോഗം കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞു കഴിയുമ്പോൾ നിൻ്റെ ഭവനം വിട്ട്, നിൻ്റെ ശരീരം വിട്ട്, നിൻ്റെ മനസ്സ് വിട്ട ബലഹീനതകൾ പുറത്തു പോകട്ടെ. ആത്മാവ് ഞാൻ ഈ ദൂത് കൈമാറുകയാ. സ്തോത്രം. ദൈവത്തിൻ്റെ കരം നിൻ്റെ വീടിന് മുകളിൽ ചലിക്കുന്നു. ദൈവത്തിൻ്റെ കരം നിൻ്റെ ശരീരഭാഗങ്ങളിൽ കൂടെ കടക്കുന്നു. അവൻ ഇവിടെ വേദനപ്പെട്ട അനുഭവമാണെങ്കിലും, സഹോദരിയെ, നിൻ്റെ ബലഹീനത എന്താ? സഹോദരാ, നിൻ്റെ ബലഹീനത എന്താ? പിശാച് വെച്ചത് ഇന്ന് പകൽ ദൈവം എടുത്തു മാറ്റുന്നു. എൻ്റെയും നിൻ്റെയും ബലഹീനത അവൻ എടുത്തു മാറ്റുവാൻ നസറനായ യേശുവിനെ അവൻ ഈ ഭൂമിയിലേക്ക് തന്നു. എന്തിനാണെന്നറിയാമോ? ബലഹീനമായ നമ്മെ ബലമുള്ളതാക്കി തീർക്കാൻ, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തെരഞ്ഞെടുത്തു. കാരണം എന്നാണെന്നറിയാമോ? എൻ്റെയും നിങ്ങളുടെയും അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം. ഈ അഭിഷേകത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട്, ആത്മനിറവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ദൈവ സാന്നിധ്യം കൊണ്ട് കർത്താവ് നമ്മളെ നിറയ്ക്കണം. ദൈവകൃപകൾ കൊണ്ട് ദൈവം നിറയ്ക്കുവാൻ അഭിഷേകത്തോടെ അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ എടുത്തു വരുന്നു. ദൈവകൃപ ഞങ്ങളെ ഭരിക്കണം. ആത്മനിയോഗത്താൽ ദൈവം ഞങ്ങളെ യാത്രയാക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ വലിയേറിയ നാമത്തിൽ തന്നെ.